ഹായ്, ഇന്നൊരു പാലട പായസം തയ്യാറാക്കിയാലോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. അതിനുശേഷം നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ പാലട റൈസാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അതൊരു 2 കപ്പ് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഒരു മൂടി വെച്ച് അടച്ച് അരമണിക്കൂർ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു ചൂടായ പാത്രത്തിലോട്ട് പഞ്ചസാര എടുത്ത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറിലാവുന്നത് വരെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. പഞ്ചസാര ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറിലായിരിക്കുകയാണ്. അധികം കരിഞ്ഞു പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് ഒന്ന് ഇളക്കുമ്പോൾ മെൽറ്റായ പഞ്ചസാര കട്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, പാല് ചൂടാകുന്നതിനനുസരിച്ച് പഞ്ചസാര മെൽറ്റായിക്കോളും. പാലിന് തിളക്കുന്ന നേരം കൊണ്ട് അടച്ചു വെച്ച അട വെന്തോന്ന് നോക്കാം. ഇപ്പോൾ അടയിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ്, നോർമൽ വാട്ടർ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ ഹോൾസുള്ള പാത്രത്തിലോട്ടോ നമുക്കിതിനെ വാർത്തെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വാർന്നിട്ടുണ്ട്. പാല് തിളക്കാറായി വരുമ്പോഴത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വെള്ളം വാർന്നിരിക്കുന്ന അടയെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് എല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് സെറ്റായി കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പാലട പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ.